കൺട്രോൾ ചെയ്യുന്നുണ്ട്. ലൊക്കേഷൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. നമ്മുടെ ചുറ്റിനും ഒരുപാട് ക്രൈംസ് നടക്കുന്നുണ്ട്. എനിക്കും നിനക്കും ഒക്കെ അതിൻ്റെതായിട്ടുള്ള പ്രഷറും ഉണ്ട്. ആ പ്രഷറിന്റെ ഇടയിൽ നീ കയറി പ്രോട്ടോകോളും തെറ്റും. ഇതിനെയൊക്കെ നീ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. സ്റ്റേയുടെ അടുത്തുള്ള ആൾപ്പാർപ്പില്ലാത്തൊരു പഴയ കെട്ടിടത്തിലാണല്ലോ. മെഗാസ്റ്റാർ മമ്മൂട്ടി, വിനായകൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതനായ ജിതിൻ കെ ജോസ് സംവിധാനം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ ഫസ്റ്റ് ലുക്ക് പുറത്തിറങ്ങി. മമ്മൂട്ടി, വിനായകൻ എന്നിവരുടെ പോസ്റ്ററാണ് പുറത്തിറങ്ങിയത്. കൌതുകമുണരുന്ന ടൈറ്റിൽ മമ്മൂട്ടി, വിനായകൻ എന്ന ഇവർ ഈ സിനിമയുടെ പ്രേക്ഷക പ്രതീക്ഷ വാനോളം ഉയർത്തുകയാണ്. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന ഈ ചിത്രം ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസാണ് കേരളത്തിൽ വിതരണത്തിനെത്തിക്കുന്നത്. ജിഷ്ണു ശ്രീകുമാറും ജിതിൻ കെ ജോസും ചേർന്നാണ് തിരക്കഥ രചിച്ചത്. ദുൽഖർ സൽമാൻ നായകനായെത്തിയ സൂപ്പർഹിറ്റ് ചിത്രം കറുപ്പിന്റെ കഥ ഒരുക്കിയ ജിതിൻ കെ ജോസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന 7ാമത്തെ സിനിമ കൂടിയാണ്. ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കളുടെ പേരും ചിത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും വരും ദിവസങ്ങളിലായി അറിയിക്കും. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ജോർജ് സെബാസ്റ്റ്യൻ, ഛായാഗ്രഹണം ഫൈസൽ അലി, ചിത്ര സംയോജനം പ്രവീൺ പ്രഭാകർ, ലൈൻ പ്രൊഡ്യൂസർ സുനിൽ സിംഗ്, പ്രൊഡക്ഷൻ കൺട്രോളർ അരോമ മോഹൻ, പ്രൊഡക്ഷൻ ഡിസൈനർ ഷാജി നടുവിൽ, ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ബോസ്, മേക്കപ്പ് അമൽ ചന്ദ്രൻ, വസ്ത്രാലങ്കാരം അഭിജിത്ത് സി, സ്റ്റിൽസ് നിദാദ്, പബ്ലിസിറ്റി ഡിസൈൻസ് ആന്റണി സ്റ്റീഫൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് വിഷ്ണു സുഗതൻ, ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ പാർട്ണർ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് എന്നിവയാണ്. മെഗാസ്റ്റാർ മമ്മൂട്ടി, വിനായകൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതനായ ജിതിൻ കെ ജോസ് സംവിധാനം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ ഫസ്റ്റ് ലുക്ക് പുറത്തിറങ്ങി. മമ്മൂട്ടി, വിനായകൻ എന്നിവരുടെ പോസ്റ്ററാണ് പുറത്തിറങ്ങിയത്. കൌതുകമുണരുന്ന ടൈറ്റിൽ മമ്മൂട്ടി, വിനായകൻ എന്ന ഇവർ ഈ സിനിമയുടെ പ്രേക്ഷക പ്രതീക്ഷ വാനോളം ഉയർത്തുകയാണ്. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന ഈ ചിത്രം ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസാണ് കേരളത്തിൽ വിതരണത്തിനെത്തിക്കുന്നത്. ജിഷ്ണു ശ്രീകുമാറും ജിതിൻ കെ ജോസും ചേർന്നാണ് തിരക്കഥ രചിച്ചത്. ദുൽഖർ സൽമാൻ നായകനായെത്തിയ സൂപ്പർഹിറ്റ് ചിത്രം കറുപ്പിന്റെ കഥ ഒരുക്കിയ ജിതിൻ കെ ജോസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന 7ാമത്തെ സിനിമ കൂടിയാണ്. ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കളുടെ പേരും ചിത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും വരും ദിവസങ്ങളിലായി അറിയിക്കും. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ജോർജ് സെബാസ്റ്റ്യൻ, ഛായാഗ്രഹണം ഫൈസൽ അലി, ചിത്ര സംയോജനം പ്രവീൺ പ്രഭാകർ, ലൈൻ പ്രൊഡ്യൂസർ സുനിൽ സിംഗ്, പ്രൊഡക്ഷൻ കൺട്രോളർ അരോമ മോഹൻ, പ്രൊഡക്ഷൻ ഡിസൈനർ ഷാജി നടുവിൽ, ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ബോസ്, മേക്കപ്പ് അമൽ ചന്ദ്രൻ, വസ്ത്രാലങ്കാരം അഭിജിത്ത് സി, സ്റ്റിൽസ് നിദാദ്, പബ്ലിസിറ്റി ഡിസൈൻസ് ആന്റണി സ്റ്റീഫൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് വിഷ്ണു സുഗതൻ, ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ പാർട്ണർ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് എന്നിവയാണ്. കളം കാവൽ. കൗതുകമുണർത്തുന്ന ടൈറ്റിലുമായി മമ്മൂട്ടി, വിനായകൻ ചിത്രം. മെഗാസ്റ്റാർ മമ്മൂട്ടി, വിനായകൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതനായ ജിതിൻ കെ ജോസ് സംവിധാനം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി. മമ്മൂട്ടി, വിനായകൻ എന്നിവരുടെ പോസ്റ്ററാണ് പുറത്തിറങ്ങിയത്. കൗതുകമുണരുന്ന ടൈറ്റിൽ മമ്മൂട്ടി, വിനായകൻ എന്ന് ഇവർ ഈ സിനിമയുടെ പ്രേക്ഷക പ്രതീക്ഷ വാനോളം ഉയർത്തുന്നു. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന ഈ ചിത്രം ദുൽഖർ സൽമാന്റെ വേഫർ ഫിലിംസ് ആണ് കേരളത്തിൽ വിതരണത്തിനെത്തിക്കുന്നത്. ജിഷ്ണു ശ്രീകുമാറും ജിതിൻ കെ ജോസും ചേർന്നാണ് തിരക്കഥ രചിച്ചത്. ദുൽഖർ സൽമാൻ നായകനായെത്തിയ സൂപ്പർ ഹിറ്റ് ചിത്രം കുറുപ്പിന്റെ കഥ ഒരുക്കിയ ജിതിൻ കെ ജോസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന 7ാമത്തെ സിനിമയാണ്. ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കളുടെ പേരും ചിത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും വരും ദിവസങ്ങളിലായി അറിയിക്കും. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ജോർജ് സെബാസ്റ്റ്യൻ, ഛായാഗ്രഹണം ഫൈസൽ അലി, ചിത്ര സംയോജനം പ്രവീൺ പ്രഭാകർ, ലൈൻ പ്രൊഡ്യൂസർ സുനിൽ സിംഗ്, പ്രൊഡക്ഷൻ കൺട്രോളർ അരോമ മോഹൻ, പ്രൊഡക്ഷൻ ഡിസൈനർ ഷാജി നടുവിൽ, ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ബോസ്, മേക്കപ്പ് അമൽ ചന്ദ്രൻ, വസ്ത്രാലങ്കാരം അഭിജിത്ത് സി, സ്റ്റിൽസ് നിദാദ്, പബ്ലിസിറ്റി ഡിസൈൻസ് ആന്റണി സ്റ്റീഫൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് വിഷ്ണു സുഗതൻ, ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ പാർട്ണർ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് എന്നിങ്ങനെയാണ്. കളം കാവൽ. കൗതുകമുണർത്തുന്ന ടൈറ്റിലുമായി മമ്മൂട്ടി, വിനായകൻ ചിത്രം.
മെഗാസ്റ്റാർ മമ്മൂട്ടി, വിനായകൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതനായ ജിതിൻ കെ ജോസ് സംവിധാനം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി. മമ്മൂട്ടി, വിനായകൻ എന്നിവരുടെ പോസ്റ്ററാണ് പുറത്തിറങ്ങിയത്. കൗതുകമുണരുന്ന ടൈറ്റിൽ മമ്മൂട്ടി, വിനായകൻ എന്ന് ഇവർ ഈ സിനിമയുടെ പ്രേക്ഷക പ്രതീക്ഷ വാനോളം ഉയർത്തുന്നു. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന ഈ ചിത്രം ദുൽഖർ സൽമാന്റെ വേഫർ ഫിലിംസ് ആണ് കേരളത്തിൽ വിതരണത്തിനെത്തിക്കുന്നത്. ജിഷ്ണു ശ്രീകുമാറും ജിതിൻ കെ ജോസും ചേർന്നാണ് തിരക്കഥ രചിച്ചത്. ദുൽഖർ സൽമാൻ നായകനായെത്തിയ സൂപ്പർ ഹിറ്റ് ചിത്രം കുറുപ്പിന്റെ കഥ ഒരുക്കിയ ജിതിൻ കെ ജോസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന 7ാമത്തെ സിനിമയാണ്. ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കളുടെ പേരും ചിത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും വരും ദിവസങ്ങളിലായി അറിയിക്കും. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ജോർജ് സെബാസ്റ്റ്യൻ, ഛായാഗ്രാഹണം ഫൈസൽ അലി, ചിത്ര സംയോജനം പ്രവീൺ പ്രഭാകർ, ലൈൻ പ്രൊഡ്യൂസർ സുനിൽ സിംഗ്, പ്രൊഡക്ഷൻ കൺട്രോളർ അരോമ മോഹൻ, പ്രൊഡക്ഷൻ ഡിസൈനർ ഷാജി നടുവിൽ, ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ബോസ്, മേക്കപ്പ് അമൽ ചന്ദ്രൻ, വസ്ത്രാലങ്കാരം അഭിജിത്ത് സി, സ്റ്റിൽസ് നിതാദ്, പബ്ലിസിറ്റി ഡിസൈൻസ് ആന്റണി സ്റ്റീഫൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് വിഷ്ണു സുഗതൻ, ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ പാർട്ട്ണർ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് എന്നിങ്ങനെയാണ്. ഹാപ്പിലി സെറ്റിൽഡായി ശോഭനയും മോഹൻലാലും എത്തുന്ന അനുഭവം ഒരുപക്ഷെ ആദ്യമാകും പ്രേക്ഷകന്. മിഡിൽ ഏജിൽ അവരുടെ പ്രണയ നിമിഷങ്ങൾ എങ്ങനെയാകും? നായകനൊപ്പം പ്രാധാന്യത്തോടെ ചിലപ്പോഴൊക്കെ അതിനു മുകളിൽ പ്ലസ് ചെയ്തിട്ടുണ്ട് മലയാള സിനിമ ശോഭനയെ. ഒരൽപ്പം തമാശയും ഒരുപാട് ആഴത്തിൽ പ്രണയവും ഉണ്ടെങ്കിൽ ഈ ജോഡിയല്ലാതെ മറ്റൊന്ന് ചിന്തിച്ചിട്ട് കൂടി ഉണ്ടാകില്ല സംവിധായകർ. ഹാപ്പിലി എവർ ആഫ്റ്റർ കഥകളിലും ആഴമേറിയ സങ്കീർണമായ പ്രണയ നിമിഷങ്ങളിലും ഫിറ്റാകുന്ന കോംബോയെ മിഡിൽ ഏജ് കുടുംബ പ്രണയ മുഹൂർത്തങ്ങളിലേക്ക് പ്ലേസ് ചെയ്തിരിക്കുകയാണ് തരുൺ തുടരുമിൽ. ഷൺമുഖവും ലളിതയും 2 മക്കളുമുള്ള ഹാപ്പിലി സെറ്റിൽഡ് എന്ന ഫീൽ തരുന്ന പശ്ചാത്തലമാണ് പാട്ടിലും ട്രെയിലറിലുമെല്ലാം. ഫാമിലി ഡ്രാമ എന്ന് പറയുമ്പോഴും ഫീൽ ഗുഡ് അല്ലെന്ന് പറയുന്നുമുണ്ട് സംവിധായകൻ. തുടരുമിന്റെ സസ്പെൻസ് ബാക്കി നിൽക്കുമ്പോഴും തലമുറകൾ കടന്നുള്ള മോഹൻലാൽ ശോഭന കെമിസ്ട്രി കാണാൻ കൂടിയാണ് സംവിധായകൻ തരുൺ മൂർത്തി പ്രേക്ഷകരെ തിയേറ്ററുകളിലേക്ക് ക്ഷണിക്കുന്നത്. മോഹൻലാൽ ചിത്രം തുടരും ടൈറ്റിലിൽ ഒളിപ്പിച്ച ബ്രില്യൻസ് കണ്ടുപിടിച്ച് പ്രേക്ഷകർ. മോഹൻലാലിനെ നായകനാക്കി തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന സിനിമയുടെ പേരും ഫസ്റ്റ് ലുക്കും കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത്. തുടരും എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിൽ മോഹൻലാലും കുറച്ച് കുട്ടികളുമാണ് പോസ്റ്ററിൽ പ്രത്യക്ഷപ്പെടുന്നത്. ടൈറ്റിൽ പുറത്തു വന്നതോടെ സിനിമയുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ സജീവമാണ്. ടൈറ്റിൽ ഡിസൈനാണ് പ്രേക്ഷകരുടെ ശ്രദ്ധ കവരുന്നത്. തുടരും എന്ന ടൈറ്റിൽ ലളിതമാണെങ്കിലും അതിന്റെ ഡിസൈൻ ആകർഷണവും കൗതുകവും പ്രേക്ഷകരിൽ ജനിപ്പിക്കുന്നുണ്ട്. രും എന്നെഴുതിയ ഭാഗത്ത് ആ തുന്നിച്ചേർക്കൽ മിസ്റ്ററി ഉണ്ടാക്കുന്നുണ്ട്. ഒരു അപകടത്തെ പ്രമേയമാക്കിയാകും സിനിമ മുന്നോട്ടു പോകുന്നതെന്നൊക്കെയാണ് സിനിമാ ഗ്രൂപ്പുകളിലെ ചർച്ചകൾ. തുടരും ബ്രില്യൻസ് മിനിമലായി ഒളിപ്പിച്ച ടൈറ്റിൽ. പലതും തുടരാൻ ഈ തുന്നിപ്പിടിപ്പിക്കൽ ആവശ്യമാവുന്നുണ്ടാവാം. കൂടാതെ പഴയ ലിപിയിലും അവസാനം പുതിയ ലിപിയിലും എഴുതിയിരിക്കുന്നത് പഴയതിൽ നിന്ന് പുതിയതിലേക്ക് കാലമോ ചിന്താഗതിയോ കഥയോ ഒക്കെ ആവാം. എന്തായാലും കാത്തിരിപ്പ് തുടരുന്നു. ജോസ്മോൻ വാഴയിൽ എന്ന പ്രേക്ഷകൻ പറയുന്നു, സിനിമയ്ക്ക് ഒരു 2ാം ഭാഗം ഉണ്ടാകുമെന്നും ദൃശ്യം പോലെ കുടുംബചിത്രം എന്നും പറഞ്ഞു വരുന്ന ത്രില്ലറാകും ഈ സിനിമയെന്നും പറയുന്നവരുണ്ട്. മോഹൻലാലിന്റെ കരിയറിലെ 360ാം ചിത്രമാണ് ഇത്. ശോഭനയാണ് ചിത്രത്തിലെ നായിക. 15 വർഷത്തിന് ശേഷമാണ് മോഹൻലാലും ശോഭനയും ഒരുമിച്ച് എത്തുന്നത്. രജപുത്രയുടെ ബാനറിൽ എം രഞ്ജിത്താണ് നിർമ്മാണം. ഷൺമുഖം എന്ന സാധാരണക്കാരനായ ഒരു ടാക്സി ഡ്രൈവറെയാണ് മോഹൻലാൽ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. ഭാര്യയും മക്കളുമുള്ള അധ്വാനിയായ ഒരു ഡ്രൈവറാണ് ഷൺമുഖം. കുടുംബത്തെ ഏറെ സ്നേഹിക്കുന്ന ഒരു കുടുംബനാഥൻ. എല്ലാ സുഹൃത്ത് ബന്ധങ്ങളുമുള്ള നാട്ടുകാരുടെ പ്രിയപ്പെട്ടവനായ ഒരു ടാക്സി ഡ്രൈവർ. ഇദ്ദേഹത്തിന്റെ ജീവിതം നർമ്മത്തിലൂടെയും ഹൃദയസ്പർശിയായ രംഗങ്ങളിലൂടെയും അവതരിപ്പിക്കുകയാണ് ഈ ചിത്രത്തിലൂടെ. ഇടവേളയ്ക്ക് ശേഷമാണ് മോഹൻലാൽ സാധാരണക്കാർക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ബിനു പപ്പു, ഫർഹാൻ ഫാസിൽ, മണിയൻ പിള്ള രാജു എന്നിവർക്കൊപ്പം നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിൽ അഭിനയിക്കുന്നു. KR സുനിലിന്റെ കഥയ്ക്ക് തരുൺ മൂർത്തിയും KR സുനിലും ചേർന്നാണ് തിരക്കഥ ഒരുക്കുന്നത്. മോഹൻലാൽ ചിത്രം തുടരും ടൈറ്റിലിൽ ഒളിപ്പിച്ച ബ്രില്യൻസ് കണ്ടുപിടിച്ച് പ്രേക്ഷകർ. മോഹൻലാലിനെ നായകനാക്കി തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന സിനിമയുടെ പേരും ഫസ്റ്റ് ലുക്കും കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത്. തുടരും എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിൽ മോഹൻലാലും കുറച്ച് കുട്ടികളുമാണ് പോസ്റ്ററിൽ പ്രത്യക്ഷപ്പെടുന്നത്. ടൈറ്റിൽ പുറത്തു വന്നതോടെ സിനിമയുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ സജീവമാണ്. ടൈറ്റിൽ ഡിസൈനാണ് പ്രേക്ഷകരുടെ ശ്രദ്ധ കവരുന്നത്. തുടരും എന്ന ടൈറ്റിൽ ലളിതമാണെങ്കിലും അതിന്റെ ഡിസൈൻ ആകർഷണവും കൗതുകവും പ്രേക്ഷകരിൽ ജനിപ്പിക്കുന്നുണ്ട്.
രും എന്നെഴുതിയ ഭാഗത്ത് ആ തുന്നിച്ചേർക്കൽ മിസ്റ്ററി ഉണ്ടാക്കുന്നുണ്ട്. ഒരു അപകടത്തെ പ്രമേയമാക്കിയാകും സിനിമ മുന്നോട്ട് പോകുന്നതെന്നൊക്കെയാണ് സിനിമാ ഗ്രൂപ്പുകളിലെ ചർച്ചകൾ. തുടരും ബ്രില്യൻസ് മിനിമലായി ഒളിപ്പിച്ച ടൈറ്റിൽ. പലതും തുടരാൻ ഈ തുന്നിപ്പിടിപ്പിക്കൽ ആവശ്യമാവുന്നുണ്ടാവാം. കൂടാതെ പഴയ ലിപിയിലും അവസാനം പുതിയ ലിപിയിലും എഴുതിയിരിക്കുന്നത് പഴയതിൽ നിന്ന് പുതിയതിലേക്ക് കാലമോ ചിന്താഗതിയോ കഥയോ ഒക്കെ ആവാം. എന്തായാലും കാത്തിരിപ്പ് തുടരുന്നു. ജോസ്മോൻ വാഴയിൽ എന്ന പ്രേക്ഷകൻ പറയുന്നു. സിനിമയ്ക്ക് ഒരു രണ്ടാം ഭാഗം ഉണ്ടാകുമെന്നും ദൃശ്യം പോലെ കുടുംബചിത്രം എന്നും പറഞ്ഞു വരുന്ന ത്രില്ലറാകും ഈ സിനിമയെന്നും പറയുന്നവരുണ്ട്. മോഹൻലാലിന്റെ കരിയറിലെ 360-ാം ചിത്രമാണ് ഇത്. ശോഭനയാണ് ചിത്രത്തിലെ നായിക. 15 വർഷത്തിന് ശേഷമാണ് മോഹൻലാലും ശോഭനയും ഒരുമിച്ച് എത്തുന്നത്. രജപുത്രയുടെ ബാനറിൽ എം രഞ്ജിത്താണ് നിർമ്മാണം. ഷൺമുഖം എന്ന സാധാരണക്കാരനായ ഒരു ടാക്സി ഡ്രൈവറെയാണ് മോഹൻലാൽ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. ഭാര്യയും മക്കളുമുള്ള അധ്വാനിയായ ഒരു ഡ്രൈവറാണ് ഷൺമുഖം. കുടുംബത്തെ ഏറെ സ്നേഹിക്കുന്ന ഒരു കുടുംബനാഥൻ. എല്ലാ സുഹൃത്ത് ബന്ധങ്ങളുമുള്ള നാട്ടുകാരുടെ പ്രിയപ്പെട്ടവനായ ഒരു ടാക്സി ഡ്രൈവർ. ഇദ്ദേഹത്തിന്റെ ജീവിതം നർമ്മത്തിലൂടെയും ഹൃദയസ്പർശിയായ രംഗങ്ങളിലൂടെയും അവതരിപ്പിക്കുകയാണ് ഈ ചിത്രത്തിലൂടെ. ഇടവേളയ്ക്ക് ശേഷമാണ് മോഹൻലാൽ സാധാരണക്കാർക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ബിനു പപ്പു, ഫർഹാൻ ഫാസിൽ, മണിയൻ പിള്ള രാജു എന്നിവർക്കൊപ്പം നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിൽ അഭിനയിക്കുന്നു. KR സുനിലിന്റെ കഥയ്ക്ക് തരുൺ മൂർത്തിയും KR സുനിലും ചേർന്നാണ് തിരക്കഥ ഒരുക്കുന്നത്. ലാലാഘോഷം തുടരും. ഏപ്രിൽ 25-ന് റിലീസ്. എമ്പുരാന് പിന്നാലെ മോഹൻലാലിന്റെ മറ്റൊരു ചിത്രം കൂടി റിലീസിനൊരുങ്ങുന്നു. തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന തുടരും ഏപ്രിൽ 25-ന് തിയേറ്ററുകളിലെത്തും. എമ്പുരാനിൽ സ്റ്റൈലിഷ് മാസ് അവതാരമായ മോഹൻലാലിനെയാണ് ആഘോഷിച്ചതെങ്കിൽ ഈ സിനിമയിൽ വിന്റേജ് മോഹൻലാലിനെ കാണാം. ഫീൽ ഗുഡ് പോലെ തുടങ്ങുന്ന സിനിമ അവസാനത്തോടടുക്കുമ്പോൾ ത്രില്ലർ മൂഡിലേക്ക് മാറുമെന്നും റിപ്പോർട്ടുണ്ട്. UA സർട്ടിഫിക്കറ്റ് ആണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. 2 മണിക്കൂർ 46 മിനിറ്റാണ് സിനിമയുടെ റൺ ടൈം. എമ്പുരാനിൽ അധോലോക നായകനായ ഖുറേഷി അബ്രാമായി മോഹൻലാൽ എത്തുമ്പോൾ തുടരുമെന്ന സിനിമയിൽ സാധാരണക്കാരനായ ടാക്സി ഡ്രൈവർ ഷൺമുഖമായി അഭിനയിക്കുന്നു. ഇരു സിനിമകളിലും തീർത്തും വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളായി നടൻ എത്തുന്നുവെന്ന പ്രത്യേകതയുമുണ്ട്. മോഹൻലാലിന്റെ കരിയറിലെ 360-ാം ചിത്രമാണിത്. ശോഭനയാണ് ചിത്രത്തിലെ നായിക. 15 വർഷത്തിന് ശേഷമാണ് മോഹൻലാലും ശോഭനയും ഒരുമിച്ചെത്തുന്നത്. രജപുത്രയുടെ ബാനറിൽ എം രഞ്ജിത്താണ് നിർമ്മാണം. ഷൺമുഖം എന്ന സാധാരണക്കാരനായ ഒരു ടാക്സി ഡ്രൈവറെയാണ് മോഹൻലാൽ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. ഭാര്യയും മക്കളുമുള്ള അധ്വാനിയായ ഒരു ഡ്രൈവറാണ് ഷൺമുഖം. കുടുംബത്തെ ഏറെ സ്നേഹിക്കുന്ന ഒരു കുടുംബനാഥൻ. നല്ല സുഹൃത്ത് ബന്ധങ്ങളുള്ള നാട്ടുകാരുടെ പ്രിയപ്പെട്ടവനായ ഒരു ടാക്സി ഡ്രൈവർ. ഇദ്ദേഹത്തിന്റെ ജീവിതം നർമ്മത്തിലൂടെയും ഹൃദയസ്പർശിയായ രംഗങ്ങളിലൂടെയും അവതരിപ്പിക്കുകയാണ് ഈ ചിത്രം. ഇടവേളയ്ക്ക് ശേഷമാണ് മോഹൻലാൽ സാധാരണക്കാർക്കൊപ്പം എത്തിച്ചേരുന്നത്. നിൽക്കുന്ന ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ബിനു പപ്പു, ഫർഹാൻ ഫാസിൽ, മണിയൻ പിള്ള രാജു എന്നിവർക്കൊപ്പം നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിൽ അഭിനയിക്കുന്നു. KR സുനിലിന്റെ കഥയ്ക്ക് തരുൺ മൂർത്തിയും KR സുനിലും ചേർന്നാണ് തിരക്കഥ ഒരുക്കുന്നത്. മോഹൻലാൽ ചിത്രം തുടരും ടൈറ്റിലിൽ ഒളിപ്പിച്ച ബ്രില്യൻസ് കണ്ടുപിടിച്ച് പ്രേക്ഷകർ. മോഹൻലാലിനെ നായകനാക്കി തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന സിനിമയുടെ പേരും ഫസ്റ്റ് ലുക്കും കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത്. തുടരും എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിൽ മോഹൻലാലും കുറച്ച് കുട്ടികളുമാണ് പോസ്റ്ററിൽ പ്രത്യക്ഷപ്പെടുന്നത്. ടൈറ്റിൽ പുറത്തു വന്നതോടെ സിനിമയുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ സജീവമാണ്. ടൈറ്റിൽ ഡിസൈനാണ് പ്രേക്ഷകരുടെ ശ്രദ്ധ കവരുന്നത്. തുടരും എന്ന ടൈറ്റിൽ ലളിതമാണെങ്കിലും അതിന്റെ ഡിസൈൻ ആകർഷണവും കൗതുകവും പ്രേക്ഷകരിൽ ജനിപ്പിക്കുന്നുണ്ട്. രും എന്നെഴുതിയ ഭാഗത്ത് ആ തുന്നിച്ചേർക്കൽ മിസ്റ്ററി ഉണ്ടാക്കുന്നുണ്ട്. ഒരു അപകടത്തെ പ്രമേയമാക്കിയാകും സിനിമ മുന്നോട്ട് പോകുന്നതെന്നൊക്കെയാണ് സിനിമാ ഗ്രൂപ്പുകളിലെ ചർച്ചകൾ. തുടരും ബ്രില്യൻസ് മിനിമലായി ഒളിപ്പിച്ച ടൈറ്റിൽ. പലതും തുടരാൻ ഈ തുന്നിപ്പിടിപ്പിക്കൽ ആവശ്യമാവുന്നുണ്ടാവാം. കൂടാതെ പഴയ ലിപിയിലും അവസാനം പുതിയ ലിപിയിലും എഴുതിയിരിക്കുന്നത് പഴയതിൽ നിന്ന് പുതിയതിലേക്ക് കാലമോ ചിന്താഗതിയോ കഥയോ ഒക്കെ ആവാം. എന്തായാലും കാത്തിരിപ്പ് തുടരുന്നു. ജോസ്മോൻ വാഴയിൽ എന്ന പ്രേക്ഷകൻ പറയുന്നു. സിനിമയ്ക്ക് ഒരു രണ്ടാം ഭാഗം ഉണ്ടാകുമെന്നും ദൃശ്യം പോലെ കുടുംബചിത്രം എന്നും പറഞ്ഞു വരുന്ന ത്രില്ലറാകും ഈ സിനിമയെന്നും പറയുന്നവരുണ്ട്. മോഹൻലാലിന്റെ കരിയറിലെ 360-ാം ചിത്രമാണ് ഇത്. ശോഭനയാണ് ചിത്രത്തിലെ നായിക. 15 വർഷത്തിന് ശേഷമാണ് മോഹൻലാലും ശോഭനയും ഒരുമിച്ച് എത്തുന്നത്. രജപുത്രയുടെ ബാനറിൽ എം രഞ്ജിത്താണ് നിർമ്മാണം. ഷൺമുഖം എന്ന സാധാരണക്കാരനായ ഒരു ടാക്സി ഡ്രൈവറെയാണ് മോഹൻലാൽ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. ഭാര്യയും മക്കളുമുള്ള അധ്വാനിയായ ഒരു ഡ്രൈവറാണ് ഷൺമുഖം. കുടുംബത്തെ ഏറെ സ്നേഹിക്കുന്ന ഒരു കുടുംബനാഥൻ. എല്ലാ സുഹൃത്ത് ബന്ധങ്ങളുമുള്ള നാട്ടുകാരുടെ പ്രിയപ്പെട്ടവനായ ഒരു ടാക്സി ഡ്രൈവർ.
ഇദ്ദേഹത്തിന്റെ ജീവിതം നർമ്മത്തിലൂടെയും ഹൃദയസ്പർശിയായ രംഗങ്ങളിലൂടെയും അവതരിപ്പിക്കുകയാണ് ഈ ചിത്രത്തിലൂടെ. ഇടവേളയ്ക്ക് ശേഷമാണ് മോഹൻലാൽ സാധാരണക്കാർക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ബിനു പപ്പു, ഫർഹാൻ ഫാസിൽ, മണിയൻ പിള്ള രാജു എന്നിവർക്കൊപ്പം നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിൽ അഭിനയിക്കുന്നു. KR സുനിലിന്റെ കഥയ്ക്ക് തരുൺ മൂർത്തിയും KR സുനിലും ചേർന്നാണ് തിരക്കഥ ഒരുക്കുന്നത്. മോഹൻലാൽ ചിത്രം തുടരും. ടൈറ്റിലിൽ ഒളിപ്പിച്ച ബ്രില്യൻസ് കണ്ടുപിടിച്ച് പ്രേക്ഷകർ. മോഹൻലാലിനെ നായകനാക്കി തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന സിനിമയുടെ പേരും ഫസ്റ്റ് ലുക്കും കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത്. തുടരും എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിൽ മോഹൻലാലും കുറച്ച് കുട്ടികളുമാണ് പോസ്റ്ററിൽ പ്രത്യക്ഷപ്പെടുന്നത്. ടൈറ്റിൽ പുറത്തു വന്നതോടെ സിനിമയുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ സജീവമാണ്. ടൈറ്റിൽ ഡിസൈനാണ് പ്രേക്ഷകരുടെ ശ്രദ്ധ കവരുന്നത്. തുടരും എന്ന ടൈറ്റിൽ ലളിതമാണെങ്കിലും അതിന്റെ ഡിസൈൻ ആകർഷണവും കൗതുകവും പ്രേക്ഷകരിൽ ജനിപ്പിക്കുന്നുണ്ട്. രും എന്നെഴുതിയ ഭാഗത്ത് ആ തുന്നിച്ചേർക്കൽ മിസ്റ്ററി ഉണ്ടാക്കുന്നുണ്ട്. ഒരു അപകടത്തെ പ്രമേയമാക്കിയാകും സിനിമ മുന്നോട്ട് പോകുന്നതെന്നൊക്കെയാണ് സിനിമാ ഗ്രൂപ്പുകളിലെ ചർച്ചകൾ. തുടരും ബ്രില്യൻസ് മിനിമലായി ഒളിപ്പിച്ച ടൈറ്റിൽ. പലതും തുടരാൻ ഈ തുന്നിപ്പിടിപ്പിക്കൽ ആവശ്യമാവുന്നുണ്ടാവാം. കൂടാതെ പഴയ ലിപിയിലും അവസാനം പുതിയ ലിപിയിലും എഴുതിയിരിക്കുന്നത് പഴയതിൽ നിന്ന് പുതിയതിലേക്ക് കാലമോ ചിന്താഗതിയോ കഥയോ ഒക്കെ ആവാം. എന്തായാലും കാത്തിരിപ്പ് തുടരുന്നു. ജോസ്മോൻ വാഴയിൽ എന്ന പ്രേക്ഷകൻ പറയുന്നു, സിനിമയ്ക്ക് ഒരു 2ാം ഭാഗം ഉണ്ടാകുമെന്നും ദൃശ്യം പോലെ കുടുംബചിത്രം എന്നും പറഞ്ഞു വരുന്ന ത്രില്ലറാകും ഈ സിനിമയെന്നും പറയുന്നവരുണ്ട്. മോഹൻലാലിന്റെ കരിയറിലെ 360ാം ചിത്രമാണ് ഇത്. ശോഭനയാണ് ചിത്രത്തിലെ നായിക. 15 വർഷത്തിന് ശേഷമാണ് മോഹൻലാലും ശോഭനയും ഒരുമിച്ച് എത്തുന്നത്. രജപുത്രയുടെ ബാനറിൽ M രഞ്ജിത്താണ് നിർമ്മാണം. ഷൺമുഖം എന്ന സാധാരണക്കാരനായ ഒരു ടാക്സി ഡ്രൈവറെയാണ് മോഹൻലാൽ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. ഭാര്യയും മക്കളുമുള്ള അധ്വാനിയായ ഒരു ഡ്രൈവറാണ് ഷൺമുഖം. കുടുംബത്തെ ഏറെ സ്നേഹിക്കുന്ന ഒരു കുടുംബനാഥൻ. എല്ലാ സുഹൃത്ത് ബന്ധങ്ങളുമുള്ള നാട്ടുകാരുടെ പ്രിയപ്പെട്ടവനായ ഒരു ടാക്സി ഡ്രൈവർ. ഇദ്ദേഹത്തിന്റെ ജീവിതം നർമ്മത്തിലൂടെയും ഹൃദയസ്പർശിയായ രംഗങ്ങളിലൂടെയും അവതരിപ്പിക്കുകയാണ് ഈ ചിത്രത്തിലൂടെ. ഇടവേളയ്ക്ക് ശേഷമാണ് മോഹൻലാൽ സാധാരണക്കാർക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ബിനു പപ്പു, ഫർഹാൻ ഫാസിൽ, മണിയൻ പിള്ള രാജു എന്നിവർക്കൊപ്പം നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിൽ അഭിനയിക്കുന്നു. KR സുനിലിന്റെ കഥയ്ക്ക് തരുൺ മൂർത്തിയും KR സുനിലും ചേർന്നാണ് തിരക്കഥ ഒരുക്കുന്നത്. ലാലാഘോഷം തുടരും. ഏപ്രിൽ 25-ന് റിലീസ്. എമ്പുരാന് പിന്നാലെ മോഹൻലാലിന്റെ മറ്റൊരു ചിത്രം കൂടി റിലീസിനൊരുങ്ങുന്നു. തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന തുടരും ഏപ്രിൽ 25-ന് തിയേറ്ററുകളിലെത്തും. എമ്പുരാനിൽ സ്റ്റൈലിഷ് മാസ് അവതാരമായ മോഹൻലാലിനെയാണ് ആഘോഷിച്ചതെങ്കിൽ ഈ സിനിമയിൽ വിന്റേജ് മോഹൻലാലിനെ കാണാം. ഫീൽ ഗുഡ് പോലെ തുടങ്ങുന്ന സിനിമ അവസാനത്തോടടുക്കുമ്പോൾ ത്രില്ലർ മൂഡിലേക്ക് മാറുമെന്നും റിപ്പോർട്ടുണ്ട്. UA സർട്ടിഫിക്കറ്റ് ആണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. 2 മണിക്കൂർ 46 മിനിറ്റാണ് സിനിമയുടെ റൺ ടൈം. എമ്പുരാനിൽ അധോലോക നായകനായ ഖുറേഷി അബ്രാമായി മോഹൻലാൽ എത്തുമ്പോൾ തുടരുമെന്ന സിനിമയിൽ സാധാരണക്കാരനായ ടാക്സി ഡ്രൈവർ ഷൺമുഖമായി അഭിനയിക്കുന്നു. ഇരു സിനിമകളിലും തീർത്തും വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളായി നടൻ എത്തുന്നുവെന്ന പ്രത്യേകതയുമുണ്ട്. മോഹൻലാലിന്റെ കരിയറിലെ 360ാം ചിത്രമാണിത്. ശോഭനയാണ് ചിത്രത്തിലെ നായിക. 15 വർഷത്തിന് ശേഷമാണ് മോഹൻലാലും ശോഭനയും ഒരുമിച്ചെത്തുന്നത്. രജപുത്രയുടെ ബാനറിൽ M രഞ്ജിത്താണ് നിർമ്മാണം. ഷൺമുഖം എന്ന സാധാരണക്കാരനായ ഒരു ടാക്സി ഡ്രൈവറെയാണ് മോഹൻലാൽ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. ഭാര്യയും മക്കളുമുള്ള അധ്വാനിയായ ഒരു ഡ്രൈവറാണ് ഷൺമുഖം. കുടുംബത്തെ ഏറെ സ്നേഹിക്കുന്ന ഒരു കുടുംബനാഥൻ. നല്ല സുഹൃത്ത് ബന്ധങ്ങളുള്ള നാട്ടുകാരുടെ പ്രിയപ്പെട്ടവനായ ഒരു ടാക്സി ഡ്രൈവർ. ഇദ്ദേഹത്തിന്റെ ജീവിതം നർമ്മത്തിലൂടെയും ഹൃദയസ്പർശിയായ രംഗങ്ങളിലൂടെയും അവതരിപ്പിക്കുകയാണ് ഈ ചിത്രം. ഇടവേളയ്ക്ക് ശേഷമാണ് മോഹൻലാൽ സാധാരണക്കാർക്കൊപ്പം എത്തിച്ചേരുന്നത്. നിൽക്കുന്ന ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ബിനു പപ്പു, ഫർഹാൻ ഫാസിൽ, മണിയൻ പിള്ള രാജു എന്നിവർക്കൊപ്പം നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിൽ അഭിനയിക്കുന്നു. KR സുനിലിന്റെ കഥയ്ക്ക് തരുൺ മൂർത്തിയും KR സുനിലും ചേർന്നാണ്